നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ MA മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗദ്യം കഥേതര പാഠങ്ങൾ എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഉദയം പേരൂർ സുന്നഹദോസിന്റെ കാനോനകൾ എന്ന പാഠഭാഗമാണ്. ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ മലയാള സാഹിത്യത്തിൽ സംഭാവന നൽകിയിട്ടുള്ള കുറച്ച് സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഉദയം പേരൂർ സുന്നഹദോസ് എന്ന അതിലെ കാനോനകളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ഭാഗം വരുന്നത് ബാലാഭ്യാസനത്തെ കുറിച്ച് ഒരു പ്രസംഗം, ജോർജ് മാർട്ടിൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രസംഗം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്. നാടകം, നോവൽ, ചെറുകഥ തുടങ്ങിയ നവീന ഗദ്യരൂപങ്ങൾ നമ്മുടെ മലയാളത്തിലേക്ക് കടന്നു വരാനും അതുവഴി ഒരു നൂതനമായിട്ടുള്ള ഒരു വായനാനുഭൂതി നമുക്ക് ലഭിക്കാനും കാരണമായത് ഇംഗ്ലീഷ് സാഹിത്യമാണ്, അല്ലെങ്കിൽ പാശ്ചാത്യ സാഹിത്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സമ്മതിച്ചേ തീരൂ, അല്ലേ? കാരണം ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാം പദ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. കാവ്യ രീതിയിലായിരുന്നു രചനകൾ നിർവഹിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗദ്യ രീതിക്ക് തുടക്കം കുറിക്കുകയാണ് മിഷണറിമാരുടെ വരവോടുകൂടിയാണെന്ന് പറയാം. അപ്പൊ ആദ്യകാലങ്ങളിൽ നമുക്കറിയാം സംസ്കൃതത്തിന്റെ ആധിക്യം കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതുപോലെ തമിഴും ഒട്ടും കുറവില്ലാതെ ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിന് അത്ര തന്നെ സ്വാധീനം കാണാൻ കഴിഞ്ഞിരുന്നില്ല കൃതികളിലൊന്നും. സംസ്കൃതം അറിയുന്ന മഹാപണ്ഡിതരായിട്ടുള്ള വിദ്വാൻമാർക്കുള്ള ഒരു മേഖലയാണ് എഴുത്ത്, രചന എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സാധാരണ ജനങ്ങള് ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗങ്ങളായിരുന്നു. അങ്ങനെയാണ് മിഷണറിമാരുടെ വരവോടുകൂടി അവർ എന്ത് ചെയ്തു? ഈ മലയാള സാഹിത്യത്തെ പരിപോഷിപ്പെടുത്താനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവരിലൂടെ ഉണ്ടായി. അങ്ങനെ ഈ ഒരു ഗദ്യ സാഹിത്യം വളരെയധികം പ്രചാരമേറി. അവരുടെ സാഹിത്യത്തിൽ നിന്നും, അതായത് പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും മലയാളത്തിലേക്ക് ഒരുപാട് വിവർത്തനങ്ങൾ ചെയ്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആളുകൾക്ക് നൽകി. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് കൃതികൾ രചിച്ചു. മലയാള ഭാഷയെ അനുകൂലിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി. പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ എഴുത്തും വായനയും കൃത്യമായിട്ട് അറിയാത്ത ഒരു വിഭാഗം ആളുകൾക്ക് കൂടി വളരെ ഫലവത്തായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ഈ ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നും ലഭിച്ചത്. യഥാർത്ഥത്തിൽ അവരുടെ ഉദ്ദേശം മതപ്രചരണമായിരുന്നു എങ്കിലും അവർ മറ്റു മേഖലകളിൽ കൂടി അവരുടെ സാന്നിധ്യം തെളിയിച്ചിരുന്നു. മതപ്രചരണത്തിന് എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോഴാണ് അവരറിയുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിൽ, അതായത് ഒരു മലയാളത്തിൽ പ്രധാനപ്പെട്ട കൃതികളും ഒന്നും കാണാനേ കഴിയാത്ത ഈ ഒരു കാലഘട്ടത്തിൽ വായനയിലൂടെ അവരുടെ ആശയങ്ങൾ പകർത്തണമെങ്കിൽ മലയാളത്തിൽ കൃതികൾ എഴുതിയേ തീരൂ എന്നുള്ള ആ ഒരു ബോധം അവർക്കുണ്ടായി. അങ്ങനെ ഈ മലയാളത്തിൽ കൂടുതൽ മലയാള സാഹിത്യത്തിന് അവരൊരുപാട് സംഭാവനകൾ നൽകി. മലയാള കൃതികൾ രചിച്ചു. മറ്റു ഭാഷകളിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ തന്നെ മലയാള കൃതികളെ മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്തു. ഇത്തരത്തില് സമഗ്രമായിട്ടുള്ള ഒരു സാഹിത്യ സംഭാവനകളാണ് മിഷണറിമാര് നൽകിയത്. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് അവർ നന്നായി പ്രാധാന്യം നൽകിയിരുന്നു. പിന്നീട് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അച്ചടി വിദ്യ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അച്ചടിച്ച് വായനയിലൂടെയാണ് മനുഷ്യരുടെ ചിന്തകൾക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അച്ചടിക്കും അതുപോലെ സാഹിത്യത്തിനും ഒക്കെ അവർ വളരെ സൂക്ഷ്മത കണ്ടെത്തിയത്. അങ്ങനെ നല്ല ഒരു മാറ്റം നമ്മുടെ മലയാള സാഹിത്യത്തിൽ കൊണ്ടുവരാന് മിഷണറിമാർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ മിഷണറിമാരുടെ വരവോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രചാരം വിപുലമായ ഇംഗ്ലീഷ് സാഹിത്യ ശേഖരവുമായി പരിചയപ്പെടാൻ മലയാളിക്ക്
ഒരു അവസരം ലഭിച്ചു എന്ന് പറയാം. കാരണം ഈ ഒരു സംസ്കൃതത്തിന്റെ ആധിക്യം വളരെയധികം ആ ഒരു പ്രഭാവത്തിലായിരുന്ന ഈ ഒരു അവസ്ഥയില് തങ്ങളുടെ സംസാര ഭാഷയായിട്ടുള്ള സാധാരണ ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ കൃതികൾ വായിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അപ്പൊ അത്തരത്തില് മലയാള സാഹിത്യത്തെ പിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തവരാണ് ക്രിസ്ത്യൻ മിഷണറിമാർ. ചുരുക്കത്തിൽ മലയാള ഗദ്യത്തെയും സാഹിത്യത്തെയും പരിപോഷിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു പ്രസിദ്ധനായിട്ട് ഉള്ള ഒരു 2 എഴുത്തുകാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ കുറിച്ചാണ്. മലയാള എഴുത്തുകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ആധുനിക നോവലിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവ വിശ്വാസത്തിൽ വളർന്ന അദ്ദേഹത്തിന്റെ സാഹിത്യ ഭാഗങ്ങളിലെല്ലാം അത്തരത്തിലുള്ള ഒരു വീക്ഷണം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയെ കുറിച്ച് പറയുന്നുണ്ട്, സരസ്വതി വിജയം. അതില് ജാതി വ്യവസ്ഥയുടെ അനീതികളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ദളിത് കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ക്രിസ്തു മതം നൽകുന്ന വിശ്വാസങ്ങളും ആശ്വാസങ്ങളുമാണ് അതിലൂടെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തെ അനുകൂലിച്ചിരുന്നു. അതുപോലെ ജാതി വ്യവസ്ഥയുടെ അനീതികളെ തുറന്നു കാണിക്കുന്ന രീതിയിലായിരുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തെളിവാക്കുന്ന രീതിയിലുള്ള എഴുത്തുകളായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ കൃതികളെല്ലാം. അപ്പോ പിന്നെ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാന വിവർത്തനത്തെ കുറിച്ചാണ്. ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ശ്രീ എന്ന നാടകത്തിന്റെ സ്വതന്ത്ര വിവർത്തനം കലഹിനി ദമനകം എന്ന പേരിൽ അദ്ദേഹം രചിക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കോമഡി ഓഫ് എറേഴ്സും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു മലയാളിക്ക് വായന ആഭിമുഖ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നുണ്ട് മാണിക്കത്തനാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ക്രിസ്തീയ മത പാരമ്പര്യത്തിൽ ഉൾപ്പെട്ട ഒരു എഴുത്തുകാരനാണ് മാണിക്കത്തനാർ. അദ്ദേഹം ഒരു മാർത്തോമ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു സുറിയാനി ക്രിസ്ത്യാനി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികളിൽ അതുകൊണ്ട് തന്നെ ഒരു ദൈവഭക്തിയും മാനവീയതയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഹോമിയോപ്പതി ചികിത്സ കേരളത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നസ്രാണി ദീപികയുടെ സ്ഥാപക പത്രാധിപരാണ് അദ്ദേഹം. അത് പിന്നീട് ദീപിക എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ മാണിക്കത്തനാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. 1ഉം 2ഉം ഭാഷകളിലല്ല. ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ലത്തീൻ തുടങ്ങിയ യൂറോപ്യൻ ഭാഷകളിൽ, അതുപോലെ സുറിയാനി, സംസ്കൃതം, ഹിന്ദുസ്ഥാനി, തമിഴ്, തെലുങ്ക് എന്നീ ഏഷ്യൻ ഭാഷകളും മാതൃഭാഷയായ മലയാളത്തിന് പുറമെ വശത്താക്കിയിരുന്ന ഒരു മഹാപണ്ഡിതൻ എന്ന് നമുക്ക് മാണിക്കത്തനാരെ പറയാം. അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകി മലയാളക്കരയ്ക്ക് ഒരു വിദ്യാഭ്യാസ പ്രചാരകനായി മാറുകയും ചെയ്തിരുന്നു. അദ്ദേഹം നിരവധി കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസ്, ഇംഗ്ലീഷ് മുതലായ ഭാഷകളിൽ നിന്ന് പല പ്രസംഗ പരമ്പരകളും ധ്യാനമുറകളും അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തില് വളരെ വലിയ സംഭാവനകൾ സാഹിത്യ ലോകത്തേക്ക് നൽകിയ ഒരു വ്യക്തിയാണ് മാണിക്കത്തനാർ എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നുണ്ട് ഉദയം പേരൂർ സുന്നഹദോസ്. നിങ്ങൾ ചരിത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഉദയം പേരൂർ സുന്നഹദോസ് എന്നുള്ളതും കൂനൻ കുരിശ് സത്യപ്രതിജ്ഞ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ. 1599 ജൂൺ 20 മുതൽ 26 വരെ ഉദയം പേരൂർ പള്ളിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഇതിന് പിന്നിലെന്ന് പറയാം. ഇതില് അന്ന് അവിടെ താമസിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, അതായത് മലങ്കര ക്രിസ്ത്യാനികൾ, പിന്നെ അതുപോലെ തന്നെ
സുറിയാനി ക്രിസ്ത്യാനികൾ എന്നൊക്കെ അവരെ അറിയപ്പെടുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് ഇവരെ ലത്തീൻ ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുക, ലത്തീൻ ക്രിസ്ത്യൻസിന്റെ ആ ഒരു രീതി പിൻപറ്റുന്നവരായി, ആ ഒരു ആരാധന ആചാരങ്ങൾ പിൻപറ്റുന്ന രീതിയിലാക്കി മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പൊ അന്നത്തെ ബിഷപ്പ് എന്ന് പറയുന്നത് ഗോവ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സ് ഡി മെനസിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഉദയംപേരൂർ മാർത്തോമറിയം പള്ളിയിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത്. അതില് 153 വൈദികരും 660 ഇടവക പ്രതിനിധികളാണ് പങ്കെടുത്തിരുന്നത്. അവിടെ പ്രധാനമായിട്ടും സുന്നഹദോസ് എടുത്ത തീരുമാനങ്ങളാണ് ഈ ഒരു ഉദയംപേരൂർ സുന്നഹദോസ് കാനോനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു മാർത്തോമ പള്ളിയിൽ വെച്ചിട്ട് ഉദയംപേരൂരിലെ മാർത്തോമ പള്ളിയിൽ വെച്ചിട്ട് ഒരു പറ്റം മലങ്കര ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത് സുറിയാനി ക്രിസ്ത്യാനികള് ചേരുകയും അവിടെ നേതൃത്വം വഹിച്ചിരുന്നത് അലക്സ് ഡി മെനസിസ് എന്ന ഗോവ ആർച്ച് ബിഷപ്പ് അലക്സ് ഡി മെനസിസ് എന്നുള്ള നേതൃത്വത്തിലും, അതുപോലെ അവിടെ നടന്നിരുന്നത് എന്തായിരുന്നു, സുന്നഹദോസിന്റെ കുറച്ച് ലത്തീൻ ക്രിസ്ത്യൻ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വ്യവസ്ഥകൾ അദ്ദേഹം വെച്ചു. ഈ ഒരു വ്യവസ്ഥകളെയാണ് എന്ത് പറയുന്നത്, കാനോനകൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. അതായത് ഈ ഒരു സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ലത്തീൻ വിശ്വാസങ്ങളോട് തുടർന്നു പോവാന് അവര് നിരുത്സാഹപ്പെടുകയും അവരെന്ത് ചെയ്തു, അവരുടെ ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് മാർ അഹറ്റല്ല എന്ന് പറയുന്ന ഒരു വൈദികനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ആരോ ഉപദ്രവിച്ചു അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു എന്നൊക്കെയുള്ള ഒരു വാർത്ത പരക്കുകയും ഇവര് ഒന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മട്ടാഞ്ചേരിയിലെ കൂനൻ കുരിശ് മലയിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, പ്രതിജ്ഞ ചെയ്യുക. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രങ്ങളിലുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോവണ്ട. നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്, ഈ ഒരു സുന്നഹദോസ് എടുത്ത തീരുമാനങ്ങൾ, ആ കുറച്ച് വ്യവസ്ഥകളാണ് അതിൽ പറയുന്നത്. അപ്പൊ അത് കാനോനകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാനോനകൾ 165ഓളം കാനോനകൾ ഉണ്ട്. അതില് നമുക്ക് കുറച്ച് കാനോനകളാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ കാനോനകൾ എങ്ങനെ നമുക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഈ അലക്സ് ഡി മെനസിസ് ആണ്, ഗോവ ബിഷപ്പായിരുന്ന അലക്സ് ഡി മെനസിസ് ആണ് ഇതിന് നേതൃത്വം നൽകിയിരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ അനുയായി ആയിട്ടുള്ള അന്റോണിയ ഗുവായ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ അലക്സ് ഡി മെനസിസ് കേരളത്തിലേക്ക് വന്ന യാത്രാ വിവരണം എഴുതി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു യാത്രാ വിവരണത്തിലാണ് എന്ത് പറയുന്നത്, ഈ കാനോനകൾ ഇടം പിടിച്ചിട്ടുള്ളത്. ആ ഒരു യാത്രാ വിവരണത്തിന്റെ പേരാണ് ജൊനാദ എന്ന് പറയുന്നത്. ജൊനാദ എന്ന് പറയുന്നുള്ള ഈ ഒരു യാത്രാ വിവരണത്തിൽ കൂടിയാണ് നമുക്ക് ആദ്യമായിട്ട് ഈ ഉദയംപേരൂർ കാനോനകൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ പാശ്ചാത്യ ഭാഷയിലായിരുന്ന ഈ കാനോനകൾ പിന്നീട് എന്ത് ചെയ്തു, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഒരു 16ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവ വികാസങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 1599 നടക്കുന്നത്. അതായത് 16ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ മലയാളം എന്ന് പറയുന്നത് ഇന്നത്തെ മലയാളത്തിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു മലയാളമായിരുന്നു. ആ മലയാളം എന്ന് പറയുന്നത് പല സ്വരാക്ഷരങ്ങൾ ഇല്ലായിരുന്നു. അതുപോലെ സമൃദ്ധോകാരങ്ങൾക്കൊക്കെ മാറ്റമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെയുള്ള ഒരു മലയാള ലിപികളൊക്കെ ആയിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാനോനകൾ ഡയറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുക, അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ചൊരു അറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് 165ഓളം കാനോനകൾ ഉണ്ട്. അതിലെന്താണ്, കുറച്ച് കാനോനകളാണ് നിങ്ങൾ പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. 13 തൊട്ട് 20 കാനോനകളാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആ കാനോനകളുടെ ഒരു ഉള്ളടക്കത്തെ കുറിച്ചൊന്ന് പറയാം. ആദ്യമായിട്ട് 13ാമത്തെ കാനോന എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ, വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധമായിരിക്കണം എന്ന വ്യവസ്ഥയാണ് വെക്കുന്നത്. അപ്പൊ സുന്നഹദോസിന്റെ കുറച്ച് വ്യവസ്ഥകളിൽ ലത്തീൻ ക്രിസ്ത്യൻസിന്റെ
അതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അവര് നടപ്പിലാക്കുന്ന വ്യവസ്ഥകളാണ് ഇതിലൂടെ നമുക്ക് കാനോനുകളായിട്ട് അറിയുന്നത് അല്ലെ. അപ്പോ ഈ ഒരു 13ാമത്തെ കാനോനയിൽ എന്താണ് പറയുന്നത്? വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധമായിരിക്കണം. പിന്നെ 14ാമത്തെ കാനോനയിൽ പറയുന്നുണ്ട് വൈദികർ ഒരു പള്ളിയിൽ മാത്രം സേവനം അനുഷ്ഠിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് 14ാമത്തെ കാനോനയിൽ പറയുന്നത്? വൈദികർ ഒരു പള്ളിയിൽ മാത്രം സേവനം അനുഷ്ഠിക്കുന്ന സമ്പ്രദായം നിർത്തലാക്കുന്നു. 15ാമത്തെ കാനോനയിൽ എന്താണ് പറയുന്നത്? മെത്രാൻ കാലാകാലങ്ങളിൽ അവരെ സ്ഥലം മാറ്റി നിയമിക്കുന്നതാണ്. എന്താ പറയുന്നത്? ഈ ഒരു വൈദികരെ സ്ഥലം മാറ്റുന്നത് ആരാണ്? മെത്രാനാണ്. മെത്രാന് ആ കാലാകാലങ്ങളിൽ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? വൈദികന്മാരെ സ്ഥലം മാറ്റി നിയമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 16ാമത്തെ കാനോനയിൽ എന്ത് പറയുന്നു? പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊപ്പം പിതൃസ്വത്തിൽ തുല്യ അവകാശം ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോ 16ാമത്തെ കാനോനയിൽ എന്ത് പറയുന്നുണ്ട്? പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടൊപ്പം പിതൃസ്വത്തിൽ തുല്യ അവകാശമായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ 17ാമത്തെ കാനോനയിൽ പറയുന്നത് പള്ളിയുടെ ഭണ്ഡാരത്തിനെ കുറിച്ചാണ്. അതായത് സ്വത്തുവകയുടെ കുറിച്ച് ഇടപാടുകളെ കുറിച്ച് പറയുന്നത്. അതായത് അന്നത്തെ കാലത്ത് എത്രയും സുതാര്യമായിട്ടുള്ള ഒരു വ്യവസ്ഥകളാണ് ഇതിലൂടെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പള്ളിയുടെ ഭണ്ഡാരത്തിന് എന്ത് വേണം? 3 താഴുകൾ ഉണ്ടായിരിക്കണം. ആ 3 താഴിനും 3 താക്കോലുകളായിരിക്കും അല്ലെ. അപ്പൊ ഈ പള്ളിയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് 4 പേരെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 പേരില് 1ാമത്തെ ആളുടെ വീട്ടിലാണ് ഭണ്ഡാരം സൂക്ഷിക്കേണ്ടത്. പിന്നെ അടുത്ത 2 പേരിലും 2 താക്കോലുകൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള വികാരിയുടെ കയ്യിലും ഒരു താക്കോല് വേണം. അപ്പൊ 3 താക്കോലുകളും എന്ത് ചെയ്യണം? അവര് സൂക്ഷിക്കണം. അതായത് 4 പേരാണ്. 4 പേരിൽ ഒരാളുടെ വീട്ടില് ഭണ്ഡാരം സൂക്ഷിക്കണം. ബാക്കിയുള്ള 3 പേരില് 2 പേരുടെ കൈകളില് 2 താക്കോല് വേണം. ടോട്ടല് 3 താക്കോലാണ്. പിന്നെ 3ാമത്തെ താക്കോല് ആരുടെ കയ്യിൽ വേണം? വികാരി അച്ഛന്റെ കയ്യിൽ വേണം. പിന്നെ ഈ 4ാമത്തെ ആളുടെ കയ്യിൽ എന്താണ് വേണ്ടത്? അദ്ദേഹത്തിന്റെ കയ്യിലാണ് കണക്ക് പുസ്തകം സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ 5 പേരുടെ അറിവോട് കൂടി മാത്രമാണ് പള്ളിവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ആർക്കും അതിലൊരു ഇടപാടുകളോ നടത്താൻ കഴിയില്ല. വളരെ കർക്കശമായിരുന്നു, സുതാര്യമായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. പിന്നെ 18ാമത്തെ കാനോനയിൽ എന്താണ് പറയുന്നത്? ബ്ലേഡ് പലിശ. അത് അന്നും ഒരു സാമൂഹ്യ പ്രശ്നമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലേഡ് പലിശ 12% കൂടുതൽ ആയാല് അതിന് ശിക്ഷ നടപ്പിലാക്കിയിരുന്നു. പിന്നെ 19ാമത്തെ കാനോനയിൽ എന്താണ് പറയുന്നത്? ഇവിടുത്തെ നസ്രാണികൾ അടിസ്ഥാന പ്രാർത്ഥനകൾ സുറിയാനിയിലാണ് നിർവഹിച്ചിരുന്നത്. അതായത് അന്നത്തെ കാലത്തെ ഞാൻ പറഞ്ഞു മലങ്കര ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന അവര് സുറിയാനി ഭാഷയിലാണ് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത്. അത് മാറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഈ 19ാമത്തെ കാനോനയിൽ വെച്ചു. പിന്നെ 20ാമത്തെ കാനോനയിൽ പറയുന്നുണ്ട് ആരും സത്യപരീക്ഷകൾക്ക് വിധേയരാകരുത് എന്ന് പറയുന്നുണ്ട്. സത്യപരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശുചീന്ദ്രൻ കൈമുക്ക് പരീക്ഷ. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്കറിയാം കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാല്, കുറ്റം ആരോപിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും? പല രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് ആളുകളെ വിധേയമാക്കിയിരുന്നു. അതിലൊന്നാണ് ഈ ശുചീന്ദ്രൻ കൈമുക്ക് പരീക്ഷ. അതായത് തിളച്ച എണ്ണയില് കൊണ്ടുപോയിട്ട് കുറ്റം ചെയ്ത ആളെ കൈമുക്കും. പിന്നെ അതുപോലെ തന്നെ വിഷപരീക്ഷ, തൂക്ക് പരീക്ഷ, അങ്ങനെയൊക്കെ ഉണ്ട്. വിഷപരീക്ഷ പറയുമ്പോൾ ഒരു കൂട്ടില് വിഷപ്പാമ്പിനെ ഇട്ടിട്ട് അതില് കൈ വെച്ച് കൊടുക്കണം. അല്ല ആളെ തന്നെ വെക്കും. പാമ്പുകടി ഏൽക്കാഞ്ഞാൽ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും. പിന്നെ അതുപോലെ വേറൊരു ഇതുള്ളത് തൂക്ക് പരീക്ഷയാണ്. അതായത് കുറ്റം ചെയ്ത വ്യക്തിയെ ഒരു തുലാസിലിരുത്തും. അദ്ദേഹത്തിന്റെ കുറ്റങ്ങളെ എന്ത് ചെയ്യും? ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് അപ്പുറത്തെ തുലാസിൽ വെക്കും. അപ്പൊ ഏതിനാണ് കൂടുതൽ ഭാരം എന്ന് വെച്ചാല് കുറ്റത്തിനാണ് ഭാരം കൂടുതലായി വന്നാല് അദ്ദേഹത്തിന് ശിക്ഷ ലഭിക്കും. ഇത്തരത്തിൽ ഒരുപാട് ശിക്ഷാ നടപടികൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾക്ക് ആരും വിധേയരാകരുത് എന്നാണ് 20ാമത്തെ കാനോനയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് സുന്നഹദോസ്, ഉദയം പേരൂർ സുന്നഹദോസിന്റെ കാനോനുകളെ കുറിച്ചുള്ള ഒരു വിശദീകരണമായിരുന്നു ആദ്യത്തെ ഭാഗത്തുള്ളത്.
രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് ബാലാഭ്യസനത്തെ കുറിച്ച് ഒരു പ്രസംഗം, ജോർജ് മാർട്ടിൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിന്റെ പ്രസ്തുത വിഷയമാണ് ഇവിടെ പറയുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മലയാള ഗദ്യത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ജോർജ് മാർട്ടിൻ. നമ്മുടെ ഗദ്യ സാഹിത്യത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ജോർജ് മാർട്ടിൻ. പ്രശസ്തനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ്, ഗ്രീക്ക്, തമിഴ്, തെലുങ്ക്, ഹിന്ദുസ്ഥാനി എന്നീ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് മലയാളത്തില് ആദ്യമായിട്ട് ഒരു മലയാളി ഒരു വ്യാകരണ ഗ്രന്ഥം ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിലൂടെയാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ മലയാള സാഹിത്യത്തില് ഒരുപാട് സംഭാവനകൾ വിദേശീയരും സ്വദേശീയരും നൽകിയിട്ടുണ്ട്. അതില് ആദ്യമായിട്ട് നമുക്കൊരു വ്യാകരണ ഗ്രന്ഥം പിന്നെ ഗുണ്ടർട്ടിനെ പോലുള്ള, ബെഞ്ചമിൻ ബെയ്ലിയെ പോലുള്ള ആളുകളൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും ഒരു വ്യാകരണ ഗ്രന്ഥം മലയാളി തന്നെ ആദ്യമായി മലയാള ഭാഷക്ക് നൽകുക, അതും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യാകരണ ഗ്രന്ഥം നൽകി എന്നുള്ള ആ ഒരു ബഹുമതി നമുക്ക് ജോർജ് മാർട്ടിന് നൽകാവുന്നതാണ്. അദ്ദേഹം അതിന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്കൃതത്തിനും അതുപോലെ മറ്റു ഭാഷകൾക്കും വളരെയധികം മുൻഗണന നൽകുകയും നമ്മുടെ മലയാളത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതിരുന്നതും കൊണ്ടാണ് തന്റെ നാട്ടുഭാഷയ്ക്ക് അംഗീകാരം ലഭിക്കണം എന്നുള്ള ആ ഒരു വാശിയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഉദ്യമത്തിന് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നുണ്ട് മിഷണറിമാരുടെ സംഭാവനകൾ. വിദേശീയരുടെ ആഗമനത്തിന് മുമ്പും നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, ഈ പള്ളിക്കൂടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നടപ്പിലുണ്ട്. പക്ഷേ മിഷണറിമാരുടെ വരവോട് കൂടിയാണ് ഇതെല്ലാം വളരെ ഊർജവത്തായിട്ട് നടപ്പിലാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വളരെ വലിയൊരു മുന്നേറ്റമാണ് മിഷണറിമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അവര് ഈ സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, സ്കൂളുകൾ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, നൂതന പാഠ്യ പദ്ധതി എന്നിങ്ങനെയെല്ലാം പരിഷ്കരിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ആധുനിക രീതിയിലുള്ള പാഠപുസ്തകങ്ങളിലെ പാഠമാല എന്ന് പറയുന്ന ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തില് അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തില് അച്ചടി പ്രസ്ഥാനം, അതായത് ഇളക്കി മാറ്റാവുന്ന അച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് ആരംഭിച്ചിട്ടുള്ള പ്രസ്സിലൂടെ ഒരുപാട് മലയാള ഭാഷയ്ക്ക് മൂല്യവത്തായിട്ടുള്ള സഹായങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, ലക്ഷണയുക്തമായ ആദ്യ പാഠാവലി നിർമ്മിച്ചത് ഗുണ്ടർട്ടാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഈ പാഠാവലിയില് രാമചരിതത്തിലെ 5 പാട്ടുകൾ ഈ പാഠാവലിയിൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഹെർമൻ ഗുണ്ടർട്ടിന്റെ പ്രയത്ന ഫലമായിട്ടാണ് പാഠാവലി, ആദ്യത്തെ ഒരു പാഠ്യ മാതൃക എന്ന് നമുക്ക് പറയാം, അത് രൂപീകരിച്ചിട്ടുള്ളത്. അതില് എന്ത് ചെയ്തിട്ടുണ്ട്, രാമചരിതം അല്ലെ, പാഠ്യപ്രസ്ഥാനത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം. നമ്മൾ മുമ്പേ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രീരാമൻ എഴുതിയിട്ടുള്ള രാമചരിതം. ആ രാമചരിതത്തിലെ 5 പാട്ടുകൾ ഈ പാഠാവലിയിൽ ചേർത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1867 തിരുവിതാംകൂർ മഹാരാജാവ് പാഠപുസ്തക കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ഒരു കമ്മിറ്റിയില് ആദ്യകാല പ്രവർത്തനങ്ങളൊന്നും വളരെ വലിയ മന്ദഗതിയിലായിരുന്നു നടന്നിരുന്നത്. എന്നാൽ 88 ആയപ്പോഴേക്ക് എന്ത് ചെയ്തു, കേരളവർമ്മ ഒറ്റയ്ക്ക് അതിന്റെ അധ്യക്ഷപദം ഏറ്റെടുത്തു. അതോടുകൂടി അതെന്തായി മാറി, വളരെയധികം അതിനൊരു നവോന്മേഷം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രം, ഭൂമിശാസ്ത്രം, സാമാന്യ വിജ്ഞാനം മുതലായ വിഷയങ്ങളെ അധികരിച്ച് അനേകം ഗദ്യകൃതികൾ പ്രസിദ്ധീകൃതങ്ങളായി. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പാഠാവലിയും നമുക്ക് ലഭിച്ചു. അപ്പോ ഹെർമൻ ഗുണ്ടർട്ടിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേരളവർമ്മയുടെ സംഭാവനകളായിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണെങ്കിൽ പാഠാവലി നൽകി, കേരളത്തിന് നല്ലൊരു പാഠാവലി നൽകി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മിഷണറിമാരുടെ വരവോടു കൂടിയാണ് കേരള മലയാള സാഹിത്യത്തില് ഗദ്യഭാഷയ്ക്ക് നല്ല രീതിയിലുള്ള ഉണർവ് ലഭിച്ചത് എന്നാണ് ആദ്യ ഭാഗം വ്യക്തമാക്കുന്നത്. പിന്നീട് ബാലാഭ്യസനം എന്ന ആ ഒരു ഭാഗത്തിലേക്ക് നോക്കാം.
1867 കൊല്ലം ഡിവിഷൻ കച്ചേരിയിൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയ ഒരു യോഗത്തിൽ ചെയ്ത പ്രസംഗമാണ് ബാലാഭ്യസനം. അപ്പോ ഈ ജോർജ് മാത്തൻ എന്ന് പറയുന്ന ഈ പ്രസിദ്ധനായിട്ടുള്ള ഈ വ്യക്തി കൊല്ലം ഡിവിഷൻ കച്ചേരിയിലെ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ രൂപമാണ് ഇത്. അതൊരു പ്രബന്ധമായിട്ട് ആണ് കാണപ്പെടുന്നത്. അത്യന്ത സാരത്വം, ഉത്തമ മാതൃക, സത്തമ ഭാഷ എന്നിങ്ങനെ പ്രബന്ധത്തിന് 3 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ബാലാഭ്യസനം എന്ന് പറയുന്ന ഈ ഒരു പ്രബന്ധത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണത്? അത്യന്ത സാരത്വം, ഉത്തമ മാതൃക, സത്തമ ഭാഷ, അങ്ങനെ 3 ഭാഗങ്ങളാണുള്ളത്. അതില് ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് പറയുന്നത്? വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് മനുഷ്യന്റെ കഴിവ്, വിദ്യ അഭ്യസിക്കാനുള്ള മനുഷ്യന്റെ കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കഴിവ് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാല് അത് ദൈവ കോപത്തിനിരയാക്കുമെന്നും പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് അത്യന്ത സാരത്വം എന്ന് പറയുന്ന ആദ്യ ഭാഗത്ത് പറയുന്നത്. പിന്നെ രണ്ടാം ഭാഗത്ത് എന്താണ് പറയുന്നത്? ബാലാഭ്യസനം ശരിയായ മാതൃക പിന്തുടരേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാല് എങ്ങനെയാണ് അഭ്യസനം നൽകേണ്ടത്, എന്തൊക്കെയാണ് നൽകേണ്ടത്, അതുപോലെ ഏതു വിധത്തിൽ പഠിപ്പിക്കണം എന്നുള്ള രീതികള്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് രണ്ടാം ഭാഗത്ത്. അതുപോലെ തന്നെ ഈ അഭ്യസനം കഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ പരിശീലനം കഴിഞ്ഞാല് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഉദാഹരണത്തിന് മനോവ്യായാമം, സുശീലാകരണം, പിന്നെ വിദ്യാവർദ്ധന, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഇതിലൂടെ നേടുന്നുണ്ട് എന്നും കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് രണ്ടാം ഭാഗത്ത് ഉത്തമ മാതൃക എന്ന് പറയുന്ന ഈ രണ്ടാം ഭാഗത്ത് പ്രബന്ധത്തിന്റെ രണ്ടാം ഭാഗത്ത് എന്താണ് പറയുന്നത്? ഒരു നല്ല വിദ്യാ അഭ്യസനം, ബാലാഭ്യസനം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. നല്ല മാതൃക എങ്ങനെയാണ്, എത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്, എങ്ങനെയാണ് നൽകേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഭാഗമായ സത്തമ ഭാഷയിൽ മാതൃഭാഷാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഓരോരുത്തരുടെയും ജന്മഭാഷ മാതൃഭാഷയിലായിരിക്കണം വിദ്യ അഭ്യസിക്കേണ്ടത്. അതുപോലെ മാതൃഭാഷയുടെ പ്രസക്തിയെ എടുത്തു പറയുന്ന രീതിയിലാണ്. അതായത് ഈ ഒരു മലയാള ഭാഷ എന്ന് പറയുന്നത് കേവലം ഒരു ഭാഷ ആർജിക്കുക അല്ലെങ്കിൽ ഒരു വിഷയം പഠിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ലാഘവത്തോടു കൂടി കാണാതെ അതൊരു സ്വീകരിക്കുകയാണ്, അറിവ് സ്വീകരിക്കുകയാണ്, അറിവ് നേടുകയാണ്, അറിവ് ആർജിക്കുന്ന ഒരു ഉപാധിയാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തില് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഒന്നാമത്തെ ഭാഗത്തില് അഭ്യസനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് ബാല അഭ്യസനം എന്തൊക്കെ നമ്മൾ അഭ്യസിക്കേണ്ട ആവശ്യകത, ഒരു മനുഷ്യന് കഴിവുണ്ടായാൽ പോരാ, അത് അത് വികസിപ്പിച്ചെടുക്കണം. വികസിപ്പിച്ചെടുക്കുന്നതിന് എന്ത് വേണം? അഭ്യസനം ആവശ്യമാണ്. അങ്ങനെ വികസിപ്പിക്കാതിരുന്നാൽ മനുഷ്യന്റെ കഴിവുകളെ അടച്ചുപൂട്ടി വെച്ചാൽ അത് ദൈവകോപത്തിന് ഇരയാകുമെന്ന് ഒന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ എന്താണ് പറയുന്നത്? അഭ്യസിപ്പിക്കുന്ന രീതി, ആ മാതൃകയെ കുറിച്ച് പറയണം. എങ്ങനെയാണ്, എത്തരത്തിലാണ് വിദ്യാഭ്യാസ പരിശീലനം നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് സ്വന്തം മാതൃഭാഷയിലാണ് അഭ്യസനം നൽകേണ്ടത് എന്നാണ് പറയുന്നത്. മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മൂന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്തില് 2 ഭാഗങ്ങളായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഒന്ന് ഉദയംപേരൂർ സുന്നഹദോസിന്റെ കാനോനുകളെ കുറിച്ചും, രണ്ടാമത്തായിട്ട് ബാലാഭ്യസനം എന്ന് പറയുന്ന ജോർജ് മാത്തന്റെ ഈ ഒരു പ്രസംഗത്തിന്റെ പ്രബന്ധത്തെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.